ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അനുശ്രയം കൂട്ടിക്കൊണ്ട് ബാലനും ഗോമതിയും ആര്യനും കൂടി കോടതിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ അനു ആകെ ഭയന്ന് വിറച്ചാണ് ഇരിക്കുന്നത്. ഇതേസമയം അച്യുതനും അനന്തനും തങ്ങൾ തന്നെ ഈ കേസ് ജയിക്കും, ഇന്ന് തന്നെ അലോകിന് ജാമ്യം കിട്ടി പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ അനുവിന്റെ വക്കീലും അത്ര മോശമൊന്നും അല്ല. അപ്പം അലോകിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജയിലിൽ കിടന്ന് ആകെ മടുത്ത അവസ്ഥയിലാണ് അലോക്. അപ്പം അലോകിനോട് ചോദിച്ചതിനൊക്കെയുള്ള ഉത്തരം അവൻ നൽകുന്നുമുണ്ട്. അതിനുശേഷം അലോകിന്റെ വക്കീല് അനുശ്രീയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുവാണ്. അപ്പം അനുശ്രീയോടും ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം അനുശ്രീയോട് വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഗോമതിയുടെയും ബാലന്റെയും രക്തം തിളയ്ക്കുന്നുണ്ട്. ആ രീതിയിൽ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും രവി വർമ്മ വക്കീല് ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ അലോക് വിളിച്ചപ്പോൾ കല്യാണത്തലേന്ന് ഇറങ്ങിപ്പോകാൻ ഉണ്ടായ ചേതോവികാരം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം അനുശ്രീ പറയുന്നുണ്ട്, അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തമ്മിലുള്ള പല ചിത്രങ്ങളും അവൻ മോർഫ് ചെയ്ത് അത് വെച്ചാ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ വക്കീൽ പറയും, അതൊക്കെ യഥാർത്ഥത്തിലുള്ള ഫോട്ടോകളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യമല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ വളച്ചൊടിച്ച് വക്കീല് പറയുന്ന കേൾക്കുമ്പം നമ്മുടെ അനുമോള് അല്പസമയത്തേക്ക് പതറിപ്പോവുകയാണ് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയണം, അത് മാത്രമല്ല ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുകയാണോ എന്നുള്ള ചിന്തകളൊക്കെ അനുവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ബാലനെ അനു ഇങ്ങനെ നോക്കുക, പക്ഷെ ബാലൻ കണ്ണടച്ച് കാണിക്കാൻ കേട്ടോ. ഇത് സമയം അനുവിനെ വക്കീൽ ചോദ്യം ചെയ്യുന്ന കേൾക്കുന്ന അച്യുതന് ഒരുപാട് സന്തോഷം തോന്നുവാണ്. തൻ്റെ മകനെ ജയിലിലാക്കിയവൾക്ക് ഇതിലും വലിയൊരു ശിക്ഷയൊന്നും കിട്ടാനില്ല. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ ഇതിനൊക്കെ ഉത്തരം പറയുന്നത് തന്നെയാണ് അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അനന്തൻ അങ്ങനെയല്ല കേട്ടോ. രീതിയിൽ വക്കീൽ ചോദ്യം ചോദിച്ച് അനുശ്രയെ ബുദ്ധിമുട്ടിക്കുമെന്ന് അനന്തൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ രീതിയിലാണ് അച്യുതന്റെയും അനന്തന്റെയും വക്കീല് അനുവിനോട് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അനു ഒട്ടും തന്നെ പതറി പോകുന്നില്ല. എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അനുവിന്റെ വക്കീലും അത്ര മോശമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ വാദിച്ചു നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഈ കേസിൽ ഇന്നുകൊണ്ട് വിധി ആകുന്നില്ല. അപ്പം ജഡ്ജി മറ്റൊരു ദിവസത്തേക്ക് കേസ് നീട്ടിവെൽക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല അലോകിന് ജാമ്യവും കിട്ടുന്നില്ല. ഇന്ന് തന്നെ അലോകുമായിട്ട് താൻ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുമെന്ന് രാജശ്രീക്ക് വാക്ക് കൊടുത്തിരുന്നതാ. അവൾ തന്നെയും കാത്തിരിക്കും. അത് മാത്രമല്ല ഇനിയും ഈ കേസ് അവസാനിക്കുന്നത് വരെ എൻ്റെ മകൻ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ചിറകൊടിഞ്ഞ പോലെയാണ് അച്യുതൻ നിൽക്കുന്നത്. കോടതിയിലേക്ക് വന്നപ്പം ഉണ്ടായ ധാർഷ്ട്യമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പം അനന്തനോട് പറയും, ഏട്ടാ ഇതെന്താ ഇങ്ങനെ, എൻ്റെ മോൻ ഇനിയും ജയിലിലേക്ക് പോവാണോ എന്ന് പറയാം. അപ്പം അനന്തൻ പറയും, അച്യുത ഇതൊക്കെ കോടതി പ്രൊസീജിയർ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വക്കീല് നന്നായിട്ട് തന്നെയല്ലേ വാദിച്ചത്. നമ്മുടെ വക്കീലിന്റെ മിടുക്കുകൊണ്ട് തന്നെയാ കേസ് വീണ്ടും നീട്ടിവെച്ചത് എന്ന് പറയാ. എന്നാലും ഏട്ടാ ഞാൻ രാജശ്രീയോട് എന്ത് ഉത്തരം പറയും? അവള് ഞങ്ങളുടെ മോനെയും കാത്തിരിക്കുമായിരിക്കും. ഇനിയും അവനെ ജയിലിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറയാണ്. എല്ലാത്തിനും കാരണം ആ ദേവമംഗലത്തുകാര എന്ന് പറയാ. അച്യുത നീ ഇങ്ങനെ വികാരഭരിതനായി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കോടതിയിലെ കാര്യങ്ങളല്ലേ, നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റൂ. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവുക തന്നെ. എങ്ങനെയും അലോകിനെ ജാമ്യത്തിൽ ഇറക്കാൻ നമുക്ക് നോക്കാം. നീ സമാധാനപ്പെട്, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അനന്തനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പോലീസുകാർ വീണ്ടും അലോകുമായിട്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അനുശ്രീയും അതുപോലെ ബാലനും ഗോമതിയും ഒക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് കോടതി വരാന്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് അലോകാണെങ്കിൽ അനുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുന്ന നമ്മുടെ ആര്യൻ ഇടയ്ക്ക് കയറി നിൽക്കുക. എന്താടാ ഇനി എന്താ നിനക്ക് എൻ്റെ പെങ്ങളോട് പറയാനുള്ളത് എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ ബാലൻ ആര്യനെ കണ്ണു കാണിക്കുകയാണ്. നീ മാറി നിൽക്കുക, ഇത് കോടതി മുറ്റമാണ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗോമതി, അയ്യോ ബാലേട്ട ഇതൊക്കെ എന്താ എന്നുള്ള രീതിയിൽ പേടിച്ച് വരച്ച് ബാലൻ്റെ കൈ പിടിക്കുക. നീ ഒന്ന് സമാധാനപ്പെടി ഗോമതി, ഒരു കുഴപ്പമില്ല, അവൻ ഇവിടെ വെച്ച് അനുവിനോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറില്ല എന്ന് പറയാണ്. അതുമാത്രമല്ല അലോകിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെന്നൊരു ചിന്ത ബാലനും ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് അനുവിൻ്റെ മുന്നിൽ കയറി നിന്ന് തല കുനിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്കറിയാം നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്.
പക്ഷെ നിന്റെ ആ സ്നേഹത്തെ ഞാൻ മുതലെടുത്തു. നിന്നോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരാളും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തത്ര തെറ്റുകൾ. എന്നോട് ക്ഷമിക്കണം. ചെയ്തു പോയതൊന്നും തിരുത്താൻ എനിക്കിനി സാധിക്കില്ല. പക്ഷെ മനസ്സുകൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നത് എന്ന് അലോക് പറയാണ് കേട്ടോ. അപ്പം അലോകിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണമല്ല നമ്മുടെ അനുശ്രീ പ്രതീക്ഷിച്ചത്. തന്നോട് മോശമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ആകും അലോക് വന്നത് എന്ന് ചിന്തിച്ചെടുത്താണ് അലോകിനെ ഇത്തരത്തിലുള്ള പെരുമാറ്റം. എന്തായാലും പോലീസുകാർ അലോകിനെ പിടിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോവാം. അപ്പം അനുശ്രീ ആണെങ്കിൽ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആര്യനടുത്തേക്ക് വരിക. മോളെ, നീ ഇതൊന്നും കണ്ട് അവനെ വിശ്വസിക്കാൻ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും നമ്മൾ ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാ അവനിപ്പം നല്ലവനായിട്ട് നിന്റെ മുന്നിൽ അഭിനയിച്ചത് എന്ന് പറയാം. അപ്പൊ ഗോമതി പറയും, ഏയ് അലോകിന് എന്തൊക്കെയോ മാറ്റമുണ്ട് ഇല്ലേ ബാലേട്ട? ആ പണ്ടത്തെ അഹങ്കാരമൊക്കെ മാറിയെന്നാ തോന്നുന്നത്. ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് അവനൊരു പാഠം പഠിച്ചു കാണും എന്ന് പറയാം. അപ്പൊ ബാലൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഓ, എന്നാലും ആ വക്കീല് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ മകളോട് ചോദ്യം ചോദിച്ചത്. എനിക്ക് സങ്കടം വന്നു. അനുമോൾ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്തെന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറയാം. ഇനിയും നമ്മൾ കോടതിയിൽ കയറി ഇറങ്ങണോ ബാലേട്ട? ഈ കേസും കൂട്ടും ഒന്നും വേണ്ട എന്ന് ഗോമതി പറയാൻ കേട്ടോ. ഇപ്പം ബാലൻ പറയും, എന്തായാലും നമ്മളിതിൻ്റെ മുന്നിട്ടിറങ്ങിയതല്ലേ, ഇനിയിപ്പം അനുമോൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ ഗോമതി. പെട്ടെന്നൊന്നും കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകത്തില്ല എന്ന് പറയാം. എനിക്കിപ്പം തന്നെ മടുത്തു. അനുമോള് പാവം, അവളും ഭയന്ന് വരച്ചാൽ നിന്നത് എന്ന് പറയാം. ആണോ മോളെ എന്നപ്പോൾ ബാലൻ ചോദിക്കാൻ കേട്ടോ. എന്തായാലും അവരെല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് ചെല്ലാം. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവരും ആകാംക്ഷയോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം മീനുവാണ് പെട്ടെന്ന് വന്ന് ചോദിക്കും, എന്തായി എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതി പറയും, എന്താവാൻ, ഒന്നുമായില്ല. വീണ്ടും കേസ് നീട്ടിവെച്ചു. ഇനിയും കോടതി കയറി ഇറങ്ങണം, അത്ര തന്നെ എന്നും പറഞ്ഞ് മടുപ്പോട് കൂടി ഗോമതി അവിടെ ഇരിക്കുക. അപ്പൊ ആര്യം പറയും, അമ്മേ ഇതൊക്കെ ഇങ്ങനെയാ, അമ്മയോട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ, അമ്മയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. അമ്മ എന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടിയത് എന്ന് ആര്യം പറയാണ്. അപ്പൊ എല്ലാവരും എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം ഗോമതി ഇടയ്ക്ക് കയറി സംസാരിച്ചതും ജഡ്ജി താക്കീത് കൊടുത്തതും ഒക്കെ എല്ലാവരോടും പറയാണ് കേട്ടോ. അപ്പം ഗോമതി പെട്ടെന്ന് പറയും, എന്നെ കൂടുതൽ കളിയാക്കണ്ട, പാവം എൻ്റെ അനുമോള്. ആ വക്കീല് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാണെന്ന് അറിയാവോ എൻ്റെ മോളെ വേദനിപ്പിച്ചത്. എനിക്കത് കേട്ടോണ്ട് നിൽക്കാമോ? എൻ്റെ കുഞ്ഞിനെ ആര് വേദനിപ്പിച്ചാലും ഞാനത് നോക്കി നിന്ന് കാണില്ല എന്ന് ഗോമതി പറയാണ്. ദേ മീനു, നീ പറഞ്ഞതുപോലൊന്നും അല്ല, അവിടെയുള്ളവരെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അലോകിന്റെ വക്കീലുണ്ടല്ലോ, എൻ്റെ അനുമോളോട് എന്തൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിച്ചെന്നറിയാവോ? എൻ്റെ മോള് പാവം അവിടെ നിന്ന് ഉരുകുമായിരുന്നു എന്ന് പറയാം. അപ്പം പെട്ടെന്ന് മീന് പറയും, അമ്മയെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതിരുന്നത്. എതിർഭാഗം വക്കീല് അവരുടെ കക്ഷിയെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനല്ലേ നോക്കോളൂ. അപ്പം അവർ ആ രീതിയിലേ സംസാരിക്കൂ. പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തകർക്കാനേ അവർ നോക്കത്തുള്ളൂ എന്ന് പറയാണ് കേട്ടോ. എനിക്കിപ്പം തന്നെ മടുത്തു. ദേ, ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഇനി നമുക്ക് ഈ കേസൊന്നും വേണ്ട, ഇത് നമുക്ക് പിൻവലിക്കാം. അനുമോള് പഠിക്കട്ടെ. അവക്ക് ഒരു സമാധാനം കൊടുക്കാതെ ഈ കേസും കോടതിയും ഇതൊന്നും ശരിയാകില്ല ബാലേട്ട എന്ന് പറയാം. അപ്പൊ ബാലൻ പറയും, ഗോമതി നീ ഒന്ന് സമാധാനപ്പെട്. ഇനി അടുത്ത തവണ പോകുമ്പോൾ ആരും വരണ്ട, ഞാൻ അനുമോളുമായിട്ട് പൊയ്ക്കോളാം എന്ന് പറയാണ് കേട്ടോ. നീ ഇനി കോടതിയുടെ പരിസരത്തേക്ക് പോലും വന്നേക്കരുത്. ആഹാ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് ഗോമതി പറയാം. അപ്പൊ ആര്യനും പറയും, അമ്മ വരണ്ട, അനുമോളെ കൂടി പേടിപ്പിച്ച് അവളുടെ ഉള്ള ആത്മവിശ്വാസം കൂടി അമ്മ തകർക്കുമല്ലായിരുന്നോ എന്ന് ചോദിക്കാം. ഇപ്പം എനിക്കായോ കുറ്റം? എൻ്റെ മോള് വേദനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതമ്മമാരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കൂ എന്ന് ഗോമതി പറയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും അനുവും ആകെ മടുപ്പോടെ നിൽക്കുക. അപ്പൊ അലോക് വീണ്ടും ജയിലിലേക്ക് പോയി എന്നറിയുമ്പം മിത്രയ്ക്കും ഒരുപാട് സങ്കടം വരികയാണ്. ഈ കേസിന് ഒരു തീർപ്പും ആയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയൊക്കെ മിത്രയുടെ മനസ്സിലേക്കും കടന്നു വരിക. ഇതേസമയം കൃഷ്ണമംഗലത്ത് രാജശ്രീ ആണെങ്കിൽ അലോകിന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് അലോക് വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അച്യുതനും അനന്തനും വരുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രാജശ്രീ ഓടി ഇറങ്ങി വരിക. പക്ഷെ കൂടെ നമ്മുടെ അലോകിനെ കാണാത്തപ്പം രാജശ്രീക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പം അച്യുതനും അനന്തനും കൂടി അകത്തേക്ക് കയറി ചെല്ലുക. അച്യുവേട്ട, നമ്മുടെ മോൻ എന്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്യുതനും ഒന്നും പറയാതെ നിൽക്കുക. അപ്പം അനന്തൻ്റെ അടുത്തേക്ക് ചെല്ലും. അനന്തേട്ടാ, എൻ്റെ മോൻ എവിടെ? അലോക് എവിടെ? അവനുമായിട്ട് വരുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ധർമ്മൻ അടുത്തേക്ക് വന്ന് അനന്തനോട് ചോദിക്കും, എന്താ ഏട്ടാ, എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിക്കാം. അത്
അത് കേസ് വിധിയായില്ല, വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കുകയോ? അപ്പോൾ അലോകിന് ജാമ്യം കിട്ടിയില്ലേ എന്ന് ധർമ്മൻ ചോദിക്കാം. ഇല്ല, അവന് ജാമ്യം കിട്ടിയില്ല എന്ന് അനന്തം പറയാം. അത് കേൾക്കുമ്പോൾ രാജശ്രീ ഭ്രാന്തിളകിയതുപോലെ ആവുകയാണ് കേട്ടോ. അച്യുതന്റെ അടുത്തേക്ക് ചെല്ലുക. അച്യുവേട്ട, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ എൻ്റെ മകനുമായിട്ട് ഇന്ന് മടങ്ങി വരത്തുള്ളെന്ന്, എന്നിട്ട് എൻ്റെ മോൻ എവിടെ? അവനെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടി ജയിലിലേക്ക് അയക്കുന്നത് നോക്കി നിന്നോ എന്നും ചോദിച്ച് വല്ലാതെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടെ നിൽക്കുക. ദേവമംഗലം അവിടെ ഉള്ളവരെയെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ കത്തിക്കും, ആര് സമാധാനത്തോടെ ഇരിക്കേണ്ട എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങാം. അപ്പൊ അച്യുതനും അനന്തനും കൂടി ഒരു വിധത്തില് രാജശ്രീയെ പിടിച്ച് നിർത്തുവാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.